ഓക്കെ, ഗുഡ് ആഫ്റ്റർനൂൺ ഓൾ ഓഫ് യു. അപ്പം നമുക്ക് എക്സാം അടുത്ത ദിവസത്തേക്ക് മാറ്റി. ഏത് ദിവസമാണ് ഇനി വരുമോ നിങ്ങൾക്ക്? വെനസ്ഡേ ആണോ? ബുധനാഴ്ച. ആ, വെനസ്ഡേ. അപ്പൊ വെനസ്ഡേ എക്സാം ഉണ്ടാവും. അപ്പൊ ഇന്ന് നമുക്ക് 14ാമത്തെ പാഠമല്ലേ എടുക്കേണ്ടതിന് അല്ലേ? ഓക്കെ. പാഠം 14 മഞ്ഞക്കിളി. അതാണ് പാഠത്തിന്റെ പേര് അല്ലേ? മഞ്ഞക്കിളി. മഞ്ഞക്കിളീനെ പറ്റിയാണ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, ഒന്ന് ശ്രദ്ധിച്ചോ എല്ലാവരും. പേജ് നമ്പർ 53 ആണ്. ശ്രദ്ധിക്കുക. ഓക്കെ. പഞ്ഞിയും തൂവലും പായലും വൈക്കോലും പഞ്ഞത്തിൽ തുമ്പും തുരുമ്പും തേടി ദ്രാവക നൂലിനാലാവകയൊക്കെയോ ആവതും ഭംഗിയായി ചേർത്തിണക്കി. നാളുകൾ നാലുകൊണ്ടമ്പഴക്കൊമ്പത്ത് മാളിക തീർത്തുപോയി മഞ്ഞക്കിളി. ഉൾപ്പെടും വാസനയുത്സാഹം കൊള്ളവേ കുപ്പയിൽ നിന്നൊരു കൂടുപൊങ്ങി. വെള്ളതെ പെന്തിന് ഭദ്രമീ കൂടിൻ്റെയുള്ളറായമ്മ തന്നുള്ളുപോലെ മിന്നാമിനുങ്ങും വിളക്കില്ലയന്തിയിലെന്നാലും ശോഭനമീ ഭവനം. കൂട്ടരെ നോക്കുവിന്നമ്പഴക്കൊമ്പത്തെ കൂട്ടിലെ പൈങ്കിളി മുട്ടയിട്ടു. എന്തു മെഴുമെഴുപ്പെന്തു മുഴുമുഴപ്പെന്തൊരു കൊച്ചു രസക്കുടുക്ക. മുട്ടകളല്ലിവായാനന്ദപ്പാൽക്കടൽ മുത്തുകൾ തന്നെയാണെന്നു തോന്നും. അമ്മക്കിളിയുടെ കണ്ണും കരളുമാണിമുട്ട മുട്ടയുടച്ചിടല്ലേ അല്ലേ? എന്താ പറഞ്ഞത്? മഞ്ഞക്കിളി കൂടുണ്ടാക്കിയതും കൂട്ടില് മുട്ടയിടുന്നതും അത് അമ്മ എങ്ങനെയാണ് സംരക്ഷിക്കുന്നത് എന്നുമൊക്കെയാണ് അതിൽ പറയുന്നത് അല്ലേ? ശ്രദ്ധിക്കുക. പഞ്ഞിയും തൂവലും പായലും വൈക്കോലും പഞ്ഞത്തിൽ തുമ്പും തുരുമ്പും തേടി. ഇനിയുണ്ട്, അപ്പുറമുണ്ട്. പഞ്ഞിയും തൂവലും പായലും വൈക്കോലും പഞ്ഞത്തിൻ തുമ്പും തുരുമ്പും തേടി ദ്രാവക നൂലിലാലാവകയൊക്കെയും ആവതും ഭംഗിയായി ചേർത്തിണക്കി. നാളുകൾ നാലുകൊണ്ടമ്പഴക്കൊമ്പത്ത് മാളിക തീർത്തുപോയി മഞ്ഞക്കിളി. ഉൾപ്പെടും വാസനയുത്സാഹം കൊള്ളവേ കുപ്പയിൽ നിന്നൊരു കൂടുപൊങ്ങി. വെള്ളതെ പെന്തിന് ഭദ്രമീ കൂടിൻ്റെയുള്ളറ യമ്മതന്നുള്ളുപോലെ മിന്നാമിനുങ്ങും വിളക്കിനില്ലന്തിയിൽ എന്നാലും ശോഭനമീ ഭവനം. കൂട്ടരെ നോക്കുവിന്നമ്പഴക്കൊമ്പത്തെ കൂട്ടിലെ പൈങ്കിളി മുട്ടയിട്ടു. എന്തു മെഴുമെഴുപ്പെന്തു മുഴുമുഴുപ്പെന്തൊരു കൊച്ചു രസക്കുടുക്ക. മുട്ടകളല്ലിവ ആനന്ദപ്പാൽക്കടൽ മുത്തുകൾ തന്നെയാണെന്നു തോന്നും. അമ്മക്കിളിയുടെ കണ്ണും കരളുമാണിമുട്ട മുട്ടയുടച്ചിടല്ലേ. നോമ്പുകൾ എത്ര നാൾ നോക്കണമീ വിത്തു കൂമ്പെടുത്തിടാനി കൊച്ചു പക്ഷി. കൂട്ടിലമർന്നു തൻ കൊക്കു പുറത്തേക്ക് നീട്ടി മിഴിയിണ പൂട്ടിടാതെ. പ്രാർത്ഥന ചെയ്യുന്നു പാവമീ പെൺകിളി പാത്തു ചെന്നാരും പിടിച്ചിടല്ലേ. വാത്സല്യച്ചൂടിനാൽ നീറട്ടെ മുട്ടകൾ വാരുറ്റ തങ്കക്കൊടികളാവാൻ. വൈലോപ്പിള്ളിയുടെ ഒരു കവിതയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് അല്ലേ? അപ്പോൾ വൈലോപ്പിള്ളി ശ്രീധരമേനോനെ കുറിച്ച് നമ്മൾ അധികം ഒരു പാട്ട് ഒരു കവിത കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയാറുണ്ട്. വൈലോപ്പിള്ളിയുടെ പ്രശസ്തമായ മാമ്പഴത്തിന്റെ വരികൾ നമ്മൾ പാടിയിട്ടുണ്ട്, കഥ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ?
അപ്പോൾ മാമ്പഴത്തിലെ അതേ വൈലോപ്പള്ളി ശ്രീധരമേനോനാണ് ഇതും എഴുതിയിട്ടുള്ളത് അല്ലേ. അപ്പൊ മാമ്പഴം ഇവിടെ പറയുന്നുണ്ട്, മാമ്പഴം എന്ന കവിതയിലൂടെ ഏറെ അറിയപ്പെട്ട കവി ആര്? വൈലോപ്പള്ളി ശ്രീധരമേനോൻ. 1911 മെയ് 11 തൃപ്പൂണിത്തുറയിൽ ജനിച്ചു. കന്നിക്കൊയ്ത്ത്, മകരക്കൊയ്ത്ത്, കടൽക്കാക്കകൾ, സഹ്യന്റെ മകൻ, കണ്ണീർപ്പാടം, പച്ചക്കുതിര, വിട, വിത്തും കൈക്കോട്ടും, കുടിയൊഴിക്കൽ തുടങ്ങിയവയാണ് പ്രധാന കൃതികൾ. മകരക്കൊയ്ത്തിന് വയലാർ അവാർഡ് ലഭിച്ചു. 1985 ഡിസംബർ 22 നിര്യാതനായി അല്ലേ. ഓക്കെ. അപ്പോ വൈലോപ്പള്ളി ശ്രീധരമേനോനെ കുറിച്ച് നമ്മൾ ഇതിനു മുമ്പേ പറഞ്ഞിട്ടുണ്ട്. മാമ്പഴം കവിതയെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ മാമ്പഴം എന്ന കവിതയിലൂടെ പ്രശസ്തനായ കവിയാണ് ആര്? വൈലോപ്പള്ളി ശ്രീധരമേനോൻ അല്ലേ. ആദ്യേ പറഞ്ഞാണ് ആ പാട്ട്. അങ്കണത്തൈമാവിൽ നിന്ന് ആദ്യത്തെ പഴം വീഴുകെ അമ്മതൻ നേത്രത്തിൽ നിന്നുതിർന്നു ചുടുകണ്ണീർ എന്ന വരികൾ. ഓക്കെ. അപ്പൊ മാമ്പഴത്തിന്റെ ഒരു വരികൾ എപ്പോഴും നിങ്ങളെ കേൾപ്പിക്കണം എന്നായിരിക്കും, മറന്നുപോയി. അപ്പൊ അറിയപ്പെട്ട കവി 1911 മെയ് 11 തൃപ്പൂണിത്തുറയിലാണ് അദ്ദേഹം ജനിച്ചത്. കന്നിക്കൊയ്ത്ത്, മകരക്കൊയ്ത്ത്, കടൽക്കാക്കകള്, സഹ്യന്റെ മകൻ, കണ്ണീർപ്പാടം, പച്ചക്കുതിര, വിട, വിത്തും കൈക്കോട്ടും, കുടിയൊഴിക്കൽ തുടങ്ങിയവയാണ് പ്രധാന കൃതികൾ. മകരക്കൊയ്ത്തിന് വയലാർ അവാർഡ് ലഭിച്ചു. 1985 ഡിസംബർ 22 ആര്? ഡിസംബർ 22 അദ്ദേഹം നിര്യാതനായി. ഓക്കെ. അപ്പൊ വൈലോപ്പള്ളി ശ്രീധരമേനോന്റെ കവിതയാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത് അല്ലെ. മഞ്ഞക്കിളി എന്നാണ് പേര്. ഒന്നുകൂടി ശ്രദ്ധിക്കൂ. അത് വരികൾ ക്ലിയർ ആയോ? പഞ്ഞിയും തൂവലും പായലും വൈക്കോലും പഞ്ഞത്തിൻ തുമ്പും തുരുമ്പും തേടി ദ്രാവക നൂലിനാലാവകയൊക്കെയും ആവതും ഭംഗിയായി ചേർത്തിണക്കി നാളുകൾ നാലുകൊണ്ടമ്പഴക്കൊമ്പത്ത് മാളിക തീർത്തുപോയി മഞ്ഞക്കിളി. ഉൾപ്പെടും വാസനയുത്സാഹം കൊള്ളവേ കുപ്പയിൽ നിന്നൊരു കൂടുപൊങ്ങി. വെള്ളതേപ്പെന്തിന് ഭദ്രമീ കൂടിൻ്റെ ഉള്ളറായമ്മതന്നുള്ളുപോലെ മിന്നാമിനുങ്ങും വിളക്കിനില്ലന്തിയിലെന്നാലും ശോഭനമീഭവൻ. കൂട്ടരെ നോക്കുവിൻ അമ്പഴക്കൊമ്പത്ത് കൂട്ടിലെ പൈങ്കിളി മുട്ടയിട്ടു. എന്തു മെഴുമെഴുപ്പെന്തു മുഴുമുഴുപ്പെന്തൊരു കൊച്ചു രസക്കുടുക്കാം. മുട്ടകളല്ലിവയാനന്ദപ്പാൽക്കടൽ മുത്തുകൾ തന്നെയാണെന്നു തോന്നും. അമ്മക്കിളിയുടെ കണ്ണും കരളുമാണിമുട്ട മുട്ടയുടച്ചിടല്ലേ. നോമ്പുകൾ എത്ര നാൾ നോക്കണമീ വിത്ത് കൂമ്പെടുത്തിടാനീ കൊച്ചു പക്ഷി. കൂട്ടിലമർന്നുതൻ കൊക്കു പുറത്തേക്കു നീട്ടി മിഴീണ പൂട്ടിടാതെ പ്രാർത്ഥന ചെയ്യുന്നു പാവമീ പെൺകിളി പാത്തു ചെന്നാരും പിടിച്ചൊടല്ലേ. വാത്സല്യച്ചൂടിനാൽ നീറട്ടെ മുട്ടകൾ വാരുറ്റ തങ്കക്കൊടികളാവാൻ. അല്ലേ. എന്താണ് പറഞ്ഞത്? അമ്മക്കിളി ആ മുട്ട എന്താണ്? നോമ്പുകൾ എത്ര നാൾ നോക്കണം ഈ വിത്ത് കൂമ്പെടുത്ത് ഇടുവാൻ. ഈ കൊച്ചു പക്ഷിയായിട്ട് കൂമ്പെടുത്ത് വരാൻ നാളുകൾ ഒരുപാട് നോമ്പെടുക്കണം അല്ലെ, എന്നാലേ അത് ഒരു പക്ഷിയായി പുറത്തേക്ക് വരും. അതിൻ്റെ ഇടയിൽ പലരും വന്ന് ഈ മുട്ട പൊട്ടിച്ചിടും അല്ലേ. അതൊക്കെയാണ് പറയുന്നത്. ഒരു അമ്മയ്ക്ക് കിളികളോടുള്ള അതിയായ ആഗ്രഹങ്ങൾ അല്ലേ. ഇനി അമ്മ നമ്മളെ അമ്മയായാലും അങ്ങനെയാണ് കേട്ടോ. സ്വന്തം അമ്മ എങ്ങനെയാണ് മക്കളെ എങ്ങനെയെങ്കിലും വളർത്തിയെടുക്കുക എന്ന് ആലോചിച്ചിരിക്കും. അതുപോലെയാണ് മഞ്ഞക്കിളിയും. ഓക്കെ. എന്താ ആദ്യത്തെ ലൈനിൽ പറഞ്ഞത്? പഞ്ഞിയും തൂവലും പായലും വൈക്കോലും പഞ്ഞത്തിൽ തുമ്പും തുരുമ്പും തേടി. എന്തൊക്കെയാ തേടുന്നത്? പഞ്ഞി, പിന്നെയോ തൂവലുകള്, പായല്, വൈക്കോല്, ഇതൊക്കെ ശേഖരിച്ച് വന്നിട്ട് എന്ത് ചെയ്യും? പഞ്ഞത്തിൽ തുമ്പും തുരുമ്പും എവിടെയാണ് ഉണ്ടാക്കേണ്ടത്? അതിന്റെ തുമ്പും ഒക്കെ
നോക്കി ഒരു കൂടുണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കും അല്ലേ? അങ്ങനെയാണ് പക്ഷി കൂടുണ്ടാക്കുന്നത് അല്ലേ? അപ്പോ എന്നിട്ട് എന്ത് ചെയ്യും? ദ്രാവക നൂലിനാലാവകയൊക്കെയും ആവതും ഭംഗിയായി ചേർത്തിണക്കി. ഇതൊക്കെ ഏറ്റവും ആവതും എത്രയും ഭംഗിയാക്കിയിട്ട് തീർക്കാൻ വേണ്ടിയിട്ട് ഭംഗിയുള്ള വീടാക്കി തീർക്കാൻ വേണ്ടി ശ്രമിക്കും അല്ലേ? ഇപ്പോൾ പഞ്ഞി, തൂവല്, വൈക്കോല് ഒക്കെ എവിടുന്നൊക്കെയോ കൊണ്ടുവന്ന് അവനവന്റെ കൂട് ഭംഗിയാക്കാൻ വേണ്ടി ആവതും ശ്രമിക്കും അല്ലേ പക്ഷികൾ? എന്നിട്ട് എന്ത് ചെയ്യും? നാളുകൾ നാലുകൊണ്ട് അമ്പഴക്കൊമ്പത്ത്. നാളുകൾ ദിവസങ്ങള് 4 കൊണ്ട് 3-4 ദിവസം ആവുമ്പോഴേക്ക് എന്ത് ചെയ്യും? അമ്പഴക്കൊമ്പത്ത്, അമ്പഴത്തിന്റെ കൊമ്പത്ത് എന്ത് ചെയ്യും? മാളിക തീർത്തുപോയി മഞ്ഞക്കിളി. മാളിക എന്ന് പറഞ്ഞാല് എന്താ അർത്ഥം? ഭവനം അല്ലെ? വീട്. അതായത് പക്ഷികളുടെ വീട് എന്താണ്? കൂടാണ് അല്ലെ? അപ്പോ മാളിക എന്ന് അതിന് പറയുന്നത് അത്രയും ഭംഗിയുള്ള ഒരു വീട് കൂടുണ്ടാക്കും മഞ്ഞക്കിളി അതിന്റെ കൂടുണ്ടാക്കും. പിന്നെന്താ പറയുന്നത്? ഉൾപ്പെടും വാസനയുത്സാഹം കൊള്ളവേ കുപ്പയിൽ നിന്നൊരു കൂടു പൊങ്ങി വെള്ളതേ പെന്തിന് അല്ലെ? എത്രയും ഉത്സാഹം ഉള്ളത് കൊണ്ട് അത് വേഗം പൊങ്ങി. എന്നിട്ടോ വെള്ളതേ പെന്തിന് അല്ലെ? നമ്മളൊരു വീടെടുത്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അതിന് വെള്ള തേക്കണം. പെയിന്റ് അടിക്കുന്നതിന് പറയാറില്ല നമ്മള് വെള്ള തേക്കുന്നത്. അപ്പൊ നമ്മൾ തേച്ച് വെള്ളം പൂശി അല്ലെ? പെയിന്റ് ഒക്കെ അടിച്ച് ഇത് ഭംഗിയാക്കും. അപ്പൊ അതിന് വെള്ളതേപ്പൊന്നും വേണ്ട. ഏറ്റവും ഭംഗിയായിട്ടാണ് ആ കൂട് അവരുണ്ടാക്കുന്നത്. അതിന് വെള്ളതേപ്പോ ഒന്നും ഉണ്ടാവില്ല അല്ലെ? അപ്പൊ വെള്ളതേപ്പെന്തിന് ഭദ്രമീ കൂടിന്റെ ഉള്ളറ അല്ലെ? ഭദ്രമാണ് ഈ കൂടിന്റെ ഉള്ളറ, ഭദ്രമാണ്. പിന്നെയോ അമ്മതൻ ഉള്ളു പോലെ. എങ്ങനെയാണ് ഭദ്രം? അമ്മയുടെ ഉള്ള് പോലെ അല്ലെ? അമ്മയുടെ ഉള്ളിൽ എപ്പോഴും കുട്ടികള് സുരക്ഷിതരായിരിക്കും. അതുപോലെ അത്രയും ഭദ്രമാണ് എന്ത്? കൂട്. ഈ കൂടിന്റെ ഉള്ളറ അമ്മയുടെ ഉള്ളു പോലെ ഭദ്രമാണ് ആ കൂടിന്റെ ഉള്ളറ. പിന്നെന്താ പറഞ്ഞേ? മിന്നാമിനുങ്ങും വിളക്കിനില്ല അന്തിയിൽ അല്ലെ? മിന്നാമിനുങ്ങ് പോലും, അപ്പൊ അവിടെ ഒരു വെളിച്ചമില്ല. മിന്നാമിനുങ്ങിന്റെ വെളിച്ചം പോലും അവിടെ ഇല്ല. എന്നാലും എന്താണ്? മിന്നാമിനുങ്ങും വിളക്കിനില്ല അന്തിയിൽ. അന്തി സന്ധ്യ. അന്തിയിൽ എന്നാലും ശോഭനം ഈ ഭവനം. എന്നാലും ശോഭനം, മനോഹരം തന്നെയാണ് ഈ ഭവനം എന്നാണ് പറയുന്നത്. ഓക്കേ. അപ്പോ അമ്പഴക്കൊമ്പത്തെ മഞ്ഞക്കിളിയുടെ മാളിക എങ്ങനെയുള്ളതാണെന്നാ പറഞ്ഞത്? മനോഹരമായ ഭവനമാണ് അല്ലേ? അമ്പഴക്കൊമ്പത്ത് 2-4 ദിനം കൊണ്ട് ഉണ്ടാക്കുന്ന വീട് വളരെ മനോഹരമുള്ളതാണെന്നാണ് പറഞ്ഞത് അല്ലേ? അപ്പോ വളരെ മനോഹരവും കലാഭംഗിയുള്ളതുമായ കൂടാണ് പക്ഷികൾ മഞ്ഞക്കിളി അമ്പഴക്കൊമ്പത്ത് ഉണ്ടാക്കുന്നത്. അത് പക്ഷികൾക്ക് ആരെങ്കിലും പഠിപ്പിച്ചു കൊടുത്തിട്ടാണോ കൂടുണ്ടാക്കുന്നത്? നമ്മൾ ആരെങ്കിലും പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ടോ? ഇല്ല. ആരും പഠിപ്പിച്ചു കൊടുത്തിട്ടൊന്നല്ല പക്ഷികൾ കൂടുണ്ടാക്കുന്നത് അല്ലേ? അതിൻ്റെ എന്താണത്? ജന്മനാ ഉള്ള വാസനയാണത് അല്ലേ? ജന്മവാസനയാണ് അതിൻ്റെ ആ കരകൗശലം. അവർ വീടുണ്ടാക്കി ആരും പഠിപ്പിച്ചു കൊടുക്കുന്നതൊന്നല്ല, അവർ തന്നെ സ്വയം അതിൻ്റെ ജന്മവാസനയാണ് ഈ കൂടുണ്ടാക്കുന്നത് അല്ലേ? അങ്ങനെ അമ്പഴക്കൊമ്പത്ത് മഞ്ഞക്കിളി 3-4 ദിനം കൊണ്ട് വളരെ ഭംഗിയുള്ള മനോഹരമായ ഭദ്രമായ കൂടുണ്ടാക്കുന്നു എന്നാണ് അത്രയും ലൈനിൽ പറയുന്നത്. ഓക്കെ. ഇപ്പൊ നെക്സ്റ്റ് എന്താ പറഞ്ഞേ? വാസന ഉത്സാഹം കൊള്ളവേ കുപ്പയിൽ നിന്നൊരു കൂട് പൊങ്ങി എന്ന് പറയുന്നുണ്ട്. എന്താണ്? വാസന ശാലികൾ എത്ര അടിത്തട്ടിൽ ജനിച്ചവരായാലും, അതായത് എത്രയും താഴേക്കിടയിൽ ജനിച്ചവരായാലും വാസനയുണ്ടെങ്കിൽ, വാസന പറഞ്ഞ എന്താണ്? എന്താ വാസന എന്ന് പറഞ്ഞ അർത്ഥം മക്കളെ? കഴിവ് അല്ലേ? ജന്മവാസന. കുറെ ആൾക്കും വാസനയുണ്ട് എന്ന് പറയില്ലേ? അവന് കലാവാസനയുണ്ട് അല്ലെ? ചിത്രം വരക്കാനും ഒക്കെയുള്ള വാസനയുണ്ട് പറഞ്ഞാൽ എന്താണ്? കഴിവ് എന്നാണ് അർത്ഥം. അപ്പോ വാസനാശൈലി എത്രയുണ്ടെങ്കിലും, എത്ര അടിത്തട്ടിൽ ജനിച്ചവരായാലും എന്ത് ഉയർന്ന് എങ്ങനെയായാലും അവർ സൽകീർത്തി നേടും എന്നർത്ഥം അല്ലേ? അപ്പൊ വാസനയുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയാലും എത്ര അടിത്തട്ടിലായാലും നമ്മൾ എന്ത് ചെയ്യും? സൽകീർത്തി നേടും.
ഇവിടെ കിളി എന്ത് ചെയ്യുന്നു? ആർക്കും വേണ്ടാത്ത വസ്തുക്കൾ ചേർത്ത്, അല്ലെ? പഞ്ഞി, തൂവല്, വൈക്കോല്, ഇതൊന്നും ആർക്കും വേണ്ടാത്ത വസ്തുക്കളാണ്. എന്നാലും അത് ചേർത്ത് എന്തുണ്ടാക്കുന്നു? കൂടുണ്ടാക്കുന്നു, അല്ലെ? അത് വളരെ ഭംഗിയുള്ളതാണ്, മനോഹരമുള്ളതാണ് എന്നാണ് പറയുന്നത്. അപ്പോ ഒരു മഞ്ഞക്കിളി കൂടുണ്ടാക്കുന്ന പോലെ നമുക്ക് തന്നെ ആ കൂടുണ്ടാക്കാൻ പറ്റില്ല, അല്ലെ? മനുഷ്യന് തന്നെ ഉണ്ടാക്കാൻ പറ്റില്ല. അത്രയും നല്ല ഭംഗിയിലായിരിക്കും ആ കൂട് പക്ഷികള് ഉണ്ടാക്കുന്നത്. എന്തുകൊണ്ടാണ്? അത് അവരുടെ മക്കളുടെ സേഫിന് വേണ്ടി ഉണ്ടാക്കുന്നതാണ്, അല്ലെ? മുട്ട വിരിഞ്ഞ് അത് വളർന്ന് ഒരു പക്ഷിയാവുന്നവരെ അതിന് വളരെയധികം കെയർ വേണ്ടി വരും, അല്ലെ? അതുകൊണ്ട് തന്നെ അത് അത്രയും ഭദ്രമാണ്, അമ്മയുടെ ഉള്ളുപോലെ ഭദ്രമുള്ളതാണെന്നാണ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് എന്താണ് പറയുന്നത്? അപ്പൊ ശോഭനം, അന്തിയില് വിളക്കില്ലെങ്കിലും മിന്നാമിനുങ്ങിന്റെ വെളിച്ചം പോലും ഇല്ലെങ്കിലും അത് ശോഭനമാണെന്നാണ് പറഞ്ഞത്. പിന്നെ അടുത്ത് എന്താ പറയുന്നത്? കൂട്ടരെ നോക്കുവിൻ അമ്പഴക്കൊമ്പത്തെ കൂട്ടിലെ പൈങ്കിളി മുട്ടയിട്ടു, അല്ലെ? അപ്പൊ അമ്പഴക്കൊമ്പത്തെ കൂട്ടിലെ പൈങ്കിളി എന്ത് ചെയ്തു? അവിടെ അഭദ്രമായ കൂടിലും മുട്ടയിട്ടു. എന്തോ മുട്ടയുടെ കാര്യമാണ് അടുത്ത പറഞ്ഞല്ലേ? പക്ഷിമുട്ടയുടെ കാര്യമാണ് അടുത്ത പറയുന്നത്. എന്താ പറയുന്നത്? എന്തോ മെഴുമെഴുപ്പെന്ത് മുഴുമുഴുപ്പ്, അല്ലെ? എന്തൊരു കൊച്ചു രസക്കൊടുക്ക. ആ മുട്ട എങ്ങനെയുള്ളതാണ്? എന്തു മെഴുമെഴുപ്പ്, അല്ലെ? എത്ര നല്ല ഭംഗിയായിരിക്കും, അല്ലെ, പക്ഷിയുടെ മുട്ട കാണാൻ? അപ്പൊ അതുപോലെ പിന്നെന്താണ്? മുഴുമുഴുപ്പ്, വലിപ്പമുള്ളതുമാണ്. അതുകൊണ്ട് ഇത് കാണാൻ നല്ല ഭംഗിയുള്ളതാണെന്നാ പറഞ്ഞത്. മുട്ടകളല്ലിവ ആനന്ദ പാൽക്കടൽ. അതിനെന്താ കവി വിശേഷിപ്പിക്കുന്നത്? മുട്ടകളല്ല, അവ ആനന്ദ പാൽക്കടലാണെന്നാണ് പറയുന്നത്. മുത്തുകൾ തന്നെയാണെന്ന് തോന്നും, മുട്ടകളല്ല, നല്ല ആനന്ദ പാൽക്കടൽ, അതായത് വെളുത്ത പാൽക്കടൽ. പാലെങ്ങനെയാ? വെളുത്ത നിറത്തിലാണ്, അല്ലേ? അപ്പൊ അതുപോലെ മുത്തുകൾ പോലെയും തന്നെയാണ് എന്ന് തോന്നും എന്നാണ് പറഞ്ഞത്. അമ്മക്കിളിയുടെ കണ്ണും കരളുമാണി മുട്ട. എന്താണ് ആ മുട്ട എന്നാ പറഞ്ഞത്? അമ്മയുടെ കണ്ണും കരളും, അല്ലേ? കണ്ണും ഏറ്റവും നമുക്ക് മനുഷ്യന് വേണ്ടപ്പെട്ട എന്താണ്? കണ്ണും കരളും, അല്ലെ? ഇല്ലെങ്കിൽ നമുക്ക് കാണാൻ പറ്റില്ല. അതുപോലെ അത്രയും സേഫ് ആണ് എന്നാണ് പറഞ്ഞത്. അമ്മക്കിളിയുടെ കണ്ണും കരളുമാണ് ഈ മുട്ട. ഈ മുട്ട ഉടച്ചിടല്ലേ എന്നാ പറയുന്നത്, അല്ലേ? നെക്സ്റ്റ് എന്താ പറയുന്നത്? നോമ്പുകൾ എത്ര നാൾ നോക്കണം ഈ വിത്ത് കൂമ്പെടുത്തിടാനീ കൊച്ചു പക്ഷി, അല്ലേ? ഒരു മുട്ട. എന്താണ് പിന്നെ ജോസിക്കും അതുൽ ഇന്ന് പ്രശ്നം? അടുത്തിരിക്കുന്നതുകൊണ്ടാണ് രണ്ടാളും വർത്താനം പറയാനുള്ള അവസരം കിട്ടുന്നുണ്ടല്ലേ? ഇവിടെ ശ്രദ്ധിക്കണേ. അപ്പൊ നോമ്പുകൾ എത്ര നാൾ, നോമ്പുകൾ നോക്കാണ്ടല്ലേ നമ്മള് പല കാര്യത്തിന് വേണ്ടി നോമ്പെടുക്കാറുണ്ട് ചിലവര്. അപ്പൊ അതുപോലെ എന്ത് ചെയ്യണം? നോമ്പുകൾ എത്ര നാൾ നോക്കണം ഈ മുട്ട എന്ത് ആവാൻ? ഒരു പക്ഷിയായിട്ട് വിരിഞ്ഞാൻ എന്നാണ്. പക്ഷിക്കുഞ്ഞാവണമെങ്കിൽ ഒരുപാട് നാള് വെയിറ്റ് ചെയ്യണം, അല്ലേ? എന്നാലേ ആ മുട്ട ഒന്ന് വിരിഞ്ഞു കിട്ടുള്ളൂ. പിന്നെന്താ പറയുന്നത്? കൂട്ടിലമർന്നുതൻ കൊക്കു പുറത്തേക്കു നീട്ടി മിഴിയിണ പൂട്ടിടാതെ പ്രാർത്ഥന ചെയ്യുന്നു പാവമീ പെൺകിളി പാത്തു ചെന്നാരും പിടിച്ചൊടല്ലേ. എന്താ ചെയ്യുന്ന? കുഞ്ഞ് ആ പക്ഷിയായാലോ പേടിയാണല്ലേ? എല്ലാവരും വേണമെങ്കിൽ പിടിച്ചിട്ട് പോവും. അതുകൊണ്ട് തന്നെ അമ്മക്കിളിക്ക് പേടിയുണ്ടെന്നാണ് പറയുന്നത്. ആരെങ്കിലും ഇതിനെ പിടിച്ചു കൊണ്ടുപോയാലോ, അല്ലെ, തീറ്റക്കും ഒക്കെ പുറത്തേക്ക് പോയി കഴിഞ്ഞാല് ഈ കുട്ടിയുടെ കാര്യത്തില് സേഫ് ഇല്ല. ഇതിനെ പിടിച്ചിട്ട് പോയാലോ ആരെങ്കിലും, അല്ലെ, ശത്രുക്കളാണ്. അമ്മയായാലും ഇപ്പൊ പക്ഷി മുള്ളിൽ വിരിഞ്ഞു കിടക്കുന്നുണ്ടായാലും നമ്മൾ പിടിച്ചിട്ട് വന്ന് വളർത്തുക, അല്ലെ? അപ്പൊ നമ്മൾ ഇനി അത് ചെയ്യാൻ പാടില്ല കേട്ടോ. അമ്മക്ക് ആ കുഞ്ഞിനെ നഷ്ടപ്പെടുവാണ്. അപ്പൊ എന്താ പറയുന്നത്? പ്രാർത്ഥന ചെയ്യുന്നു പാവമീ പെൺകിളി പാത്തു ചെന്നാരും പിടിച്ചൊടല്ലേ. വാത്സല്യ ചൂടിനാൽ നീറട്ടെ മുട്ടകൾ വാരുറ്റ തങ്കക്കൊടികളാവാൻ, അല്ലേ? ആ പെൺകിളി പക്ഷി എന്താ ചെയ്യുന്നത്? പ്രാർത്ഥന ചെയ്യുന്നു, കുഞ്ഞിനെ ആരും പിടിച്ചു കൊണ്ടുപോലെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണെന്ന്, അല്ലേ? പിന്നെയോ പാത്ത് ചെല്ലുക പറഞ്ഞെന്താണ്? കാണാതെ പോയിട്ട് പിടിക്കുന്നതിനാ പറയാ പാത്ത് ചെല്ലുക. അപ്പോ പാത്ത് ചെന്നാരും പിടിച്ചിടല്ലേ.
വാത്സല്യ ചൂടിനാൽ നീറട്ടെ മുട്ടകൾ വാരുറ്റ തങ്ക കൊടികളാവാൻ. വാത്സല്യ ചൂട് എങ്ങനെയാ? സ്നേഹത്തോടെയുള്ള ചൂട് അല്ലേ? അപ്പൊ അതിനാൽ നീറട്ടെ മുട്ടകൾ വാരുറ്റ തങ്കക്കൊടികളാവാൻ. അപ്പോ എന്താ അതിൽ പറഞ്ഞത്? അമ്മയ്ക്ക് മക്കളോടുള്ള സ്നേഹവും പിന്നെന്താ വാത്സല്യവും എങ്ങനെയുള്ളതാണ്? അമ്മയ്ക്ക് മക്കളോടുണ്ടാവുന്ന സ്നേഹവും വാത്സല്യവും എങ്ങനെയുള്ളതാണ്? അളവറ്റതാണ് അല്ലേ? അതിന് അളവുണ്ടാവുമോ? നിങ്ങളിപ്പോൾ നിങ്ങളെ അമ്മമാരെ സ്നേഹിക്കുമ്പോൾ അതിന് വലിയ അളവും തൂക്കെല്ലാം പറഞ്ഞിട്ടാണോ സ്നേഹിക്കുക? അല്ലേ? അതൊന്നും ആയിരിക്കൂല അല്ലേ? അമ്മമാർക്ക് എന്തായാലും മക്കളോട് ഒരുപാട് സ്നേഹം ഉണ്ടാവും. അപ്പൊ അത് അളവറ്റതാണെന്ന്, അളക്കാൻ പറ്റാത്തതാണെന്നാണ് പറയുന്നത്. അമ്മയുടെ മനസ്സ് എങ്ങനെയാ? പരിശുദ്ധമാണ് അല്ലേ? നിർമ്മലമാണ്, പരിശുദ്ധമാണ്. അതുകൊണ്ട് തന്നെ അത് അളക്കാൻ പറ്റത്തില്ല. പിന്നെന്താ പറഞ്ഞേ? മഞ്ഞക്കിളിയുടെ കൂടിന്റെ അകവും അതുപോലെയാണ് അല്ലേ? അമ്മയുടെ സ്നേഹം പോലെ പവിത്രമാണ്, പരിശുദ്ധമാണെന്നാണ് പറയുന്നത്. അപ്പോ അമ്മയുടെ വാത്സല്യ ചൂടാൻ നിറട്ടെ മുട്ടകൾ വാരുറ്റ തങ്കക്കുഴൽ, നല്ലൊരു പക്ഷിക്കുഞ്ഞായി വരാൻ വേണ്ടി അമ്മയുടെ സ്നേഹം വേണം അല്ലേ? അപ്പൊ അതുപോലെയാണ് പക്ഷിയും കുഞ്ഞുങ്ങളെ വളർത്തുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് ഈ പദ്യത്തിൽ പറയുന്നത് അല്ലേ? അപ്പൊ എന്തൊക്കെയാ പറഞ്ഞത്? ആദ്യം മഞ്ഞക്കിളിയുടെ കൂടുണ്ടാക്കുന്ന കാര്യം പറഞ്ഞു അല്ലേ? അത് കഴിഞ്ഞ് എന്ത്? മുട്ടകള് ഉണ്ടായത്. അത് ആ മുട്ട വിരിഞ്ഞ് കുട്ടി ഉണ്ടാകുന്നവരെയുള്ള കാലം എങ്ങനെയാ പക്ഷി കാത്തിരിക്കുന്നത് പറഞ്ഞു അല്ലേ? നോമ്പുകൾ എത്രമേ പറഞ്ഞില്ലേ ഈ വരികളില്? എന്താ പറഞ്ഞത്? നോമ്പുകൾ എത്ര നാൾ നോക്കണം ഈ വിത്ത് കൂമ്പെടുത്തിടാനീ കൊച്ചു പക്ഷിയായിട്ട് പിരിഞ്ഞു വരണമെങ്കിൽ എന്ത്? കുറേ കാലം നോമ്പെടുത്ത് കാത്തിരിക്കേണ്ടി വരും എന്നാണ് പറഞ്ഞത്. ഓക്കെ, അപ്പൊ എന്തൊക്കെയാ പറഞ്ഞത് നമ്മുടെ ഇതില്? മഞ്ഞക്കിളി എങ്ങനെയാണ് മനോഹരമായ ഒരു ഭവനമാണ് ഉണ്ടാക്കുന്നത് അല്ലേ? എവിടെയാ ഉണ്ടാക്കുന്നത്? എവിടെയാണ് കൂടുണ്ടാക്കിയത്? എവിടെയാണ് മഞ്ഞക്കിളി കൂടുണ്ടാക്കിയത്? അമ്പഴക്കൊമ്പത്ത്. അമ്പഴക്കൊമ്പത്താണ് മഞ്ഞക്കിളി 3-4 ദിനം കൊണ്ട് ഒരു ഭംഗിയാർന്ന കൂടുണ്ടാക്കുന്നത് അല്ലേ? അപ്പൊ അതെങ്ങനെയുള്ള കൂടാണെന്നാ പറഞ്ഞേ? കലാഭംഗിയുള്ളതാണ് അല്ലേ? നല്ല മനോഹരമാണ്. കലാഭംഗി നമ്മൾ ആരും പറഞ്ഞു കൊടുത്തതല്ല, അവർക്ക് ജന്മവാസനയായി ലഭിക്കുന്നതാണ് അല്ലേ? പിന്നെന്താ പറഞ്ഞത് അടുത്തത്? പിന്നെന്താ പറഞ്ഞ? വാസനാശാലികൾ എന്ത് ചെയ്യും? എത്ര അടുത്തടി ജനിച്ചവരായാലും അവരെങ്ങനെയായാലും അവരെ കഴിവ് പ്രദർശിപ്പിച്ച് മുന്നോട്ട് പോകും അല്ലേ? സൽകീർത്തി നേടിയെടുക്കുക തന്നെ ചെയ്യുന്നു പറഞ്ഞു അല്ലേ? ആ വരികൾ ഏതാണ്? ഏതാ മക്കളേത്? വാസന ഉത്സാഹം കൊള്ളവേ കുപ്പയിൽ നിന്നൊരു കൂട് പൊങ്ങീന്ന് അല്ലെ? കുപ്പയിലുള്ളവരാണെങ്കിലും വാസനയുണ്ടെങ്കിൽ അവര് എങ്ങനെയാണ് സൽകീർത്തി നേടുക തന്നെ ചെയ്യും അല്ലെ? അതാണ് അതിൽ പറയുന്നത്. ഓക്കെ, അങ്ങനെ അമ്മയ്ക്ക് മക്കളോടുള്ള സ്നേഹവും വാത്സല്യവും അളവറ്റതാണെന്ന് പറഞ്ഞു. അമ്മയുടെ മനസ്സ് പരിശുദ്ധമാണ്. അതുപോലെ തന്നെ മഞ്ഞക്കിളിയുടെ കൂടിന്റെ അകവും അതുപോലെ തന്നെ പരിശുദ്ധമായതാണെന്നാണ് പറയുന്നത് ഇവിടെ. ഓക്കെ, അപ്പൊ മഞ്ഞക്കിളിയുടെ പാഠം നിങ്ങൾക്ക് മനസ്സിലായോ മക്കളെ? ഓക്കെ ഓക്കെ, കുറേ പേരുണ്ടായിരുന്നു ക്ലാസ് സ്റ്റാർട്ട് ചെയ്ത്. ഇപ്പൊ എല്ലാരും പോയോ? മുഹമ്മദ്, സ്കൂൾ ഇപ്പോഴേ തുറക്കൂ. നമ്മുടേത് 10ാം ക്ലാസ്സിൻ്റെതാണ്. ജനുവരിയിൽ സ്റ്റാർട്ട് ചെയ്യുക. 10ാം ക്ലാസ്സും +2 എന്നാണ് ഇന്നലത്തെ അറിവ് അല്ലേ? അങ്ങനെയല്ലേ അറിവ്? എല്ലാ ക്ലാസ്സും തുറക്കും, ജനുവരിയിൽ തന്നെ തുറക്കും പറഞ്ഞിട്ട്. ചെറിയ കുട്ടികൾക്കും തുറക്കുവോ? അപ്പൊ ഞാൻ എനിക്കാ മുറിച്ച് വായിക്കുന്നത്. നിങ്ങൾക്ക് വായിക്കാനുള്ള ഇത് മനസ്സിലാവും. അപ്പൊ പല കുട്ടികളും ഇറങ്ങി ക്ലാസ്സിൽ നിന്ന് പോകും അല്ലേ? അപ്പൊ അത് വായിക്കാൻ എങ്ങനെയൊന്നും കിട്ടൂല. തപ്പിത്തടഞ്ഞ് കുറെ പേരെ വായിപ്പിക്കാൻ തപ്പിത്തടയുന്ന കുറച്ച് കുട്ടികളുണ്ട്. അവരൊക്കെ ഇറങ്ങിപ്പോയി. അപ്പൊ അവരിങ്ങനെ വായിക്കും. അതാണ് പ്രശ്നം. ഒരിക്കൽ പോയി കഴിഞ്ഞാൽ അടുത്തൊന്ന് കയറാൻ അവർ ശ്രമിക്കുന്നില്ലെങ്കിൽ അഡ്മിറ്റ് പിന്നെയും ചെയ്യാൻ വരുമല്ലോ. അപ്പൊ ഒന്നുകൂടി ശ്രദ്ധിക്കുക.
പഞ്ഞിയും തൂവലും പായലും വൈക്കോലും പഞ്ഞത്തിൻ തുമ്പും തുരുമ്പും തേടി ദ്രാവക നൂലിലാലാവകയൊക്കെയുമാവതും ഭംഗിയായി ചേർത്തിണക്കി നാളുകൾ നാലുകൊണ്ടമ്പഴക്കൊമ്പത്ത് മാളിക തീർത്തുപോയി മഞ്ഞക്കിളി ഉൾപ്പെടും വാസനയുത്സാഹം കൊള്ളവേ കുപ്പയിൽ നിന്നൊരു കൂടു പൊങ്ങി വെള്ളതേപ്പെന്തിന് ഭദ്രമീ കൂടിൻ്റെ ഉള്ളറയമ്മതന്നുള്ളുപോലെ മിന്നാമിനുങ്ങും വിളക്കിനില്ലന്തിയിലെന്നാലും ശോഭനമീ ഭവനം കൂട്ടരെ നോക്കുവിന്നമ്പഴക്കൊമ്പത്തെ കൂട്ടിലെ പൈങ്കിളി മുട്ടയിട്ടു എന്തു മെഴുമെഴുപ്പെന്തു മുഴുമുഴുപ്പെന്തൊരു കൊച്ചു രസക്കുടുക്കാം മുട്ടകളെല്ലിവായാനന്ദപ്പാൽക്കടൽ മുത്തുകൾ തന്നെയാണെന്നു തോന്നും അമ്മക്കിളിയുടെ കണ്ണും കരളുമാണിമുട്ട മുട്ടയുടച്ചിടല്ലേ നോമ്പുകൾ എത്ര നാൾ നോക്കണമീ വിത്ത് കൂമ്പെടുത്തിടാനീ കൊച്ചു പക്ഷി കൂട്ടിലമർന്നുതൻ കൊക്കു പുറത്തേക്ക് നീട്ടി മിഴീണ പൂട്ടിടാതെ പ്രാർത്ഥന ചെയ്യുന്നു പാവമീ പെൺകിളി പാത്തു ചെന്നാരും പിടിച്ചൊടല്ലേ വാത്സല്യ ചൂടിനാൽ നീറട്ടെ മുട്ടകൾ വാരുറ്റ തങ്കക്കൊടികളാവാൻ. ഓക്കെ, എല്ലാവർക്കും ഇപ്പം വായിക്കാൻ പറ്റുമോ മക്കളെ? ഞാൻ വായിക്കണം. ഓക്കെ, വായിച്ച മുഹമ്മദ് സ്റ്റാർട്ട് ചെയ്തു. എന്നാല് പാഠം 14 മഞ്ഞക്കിളി. പഞ്ഞിയും തൂവലും പായലും വൈക്കാലും പഞ്ഞത്തിൻ തുമ്പും തുരുമ്പും തടി ദ്രാവക വാകയായൊക്കെയും ആവകയൊക്കെയും ആവതും ഭംഗിയായി ചേർത്തിണക്കി നാടുകൾ നാലുകൊണ്ടമ്പഴക്കൊമ്പത്ത് മാളിക തീർത്തു പോയി മഞ്ഞക്കിളി ഉൾപ്പെട്ടു വാസനയുത്സാഹം കൊള്ളവേ കുപ്പയിൽ നിന്നൊരു കൂടു പൊങ്ങി വെള്ളത്തേപ്പെന്തിന് ഭദ്രമീ കൂടിൻ്റെ അമ്മയതന്നുള്ളുപോലെ മിന്നാമിനുങ്ങും വിളക്കിനെന്നാലും ശോഭനാമീ ഭാവനം കൂട്ടരെ നോക്കുവി നന്നമ്പഴക്കൊമ്പത്തെ കൂട്ടിലെ പൈങ്കിളി മുട്ടയിട്ടു എന്തും മുഴുമുഴുപ്പെന്തൊരു കൊച്ചു കുടുക്ക രസക്കുടുക്ക മുട്ടകളല്ല ഇവ പിന്നെ എന്തുപോലെയാണെന്നാ പറഞ്ഞത്? ആനന്ദപ്പാൽക്കടൽ മുത്തുകൾ തന്നെയാണെന്ന് തോന്നും. ആനന്ദപ്പാൽക്കടലിലെ മുത്തുകളാണെന്ന് തോന്നും മുട്ടകള്. മുട്ടകളല്ലിവാനന്ദപ്പാൽക്കടൽ മുത്തുകൾ തന്നെയാണെന്ന് തോന്നും അമ്മക്കിളിയുടെ കണ്ണും കരളുമേ നീ മുട്ടയുടച്ചിടല്ലേ നോമ്പുകൾ എത്ര നാൾ നോക്കണമീ വിത്തു കൊമ്പെടുത്തിടാനീ കൊച്ചു പക്ഷി
കൂട്ടിലമർന്നു തൻ കൊക്കു പുറത്തേക്കു നീട്ടിമീയണം പൂട്ടിടാതെ പ്രാർത്ഥന ചെയ്യുന്ന പാവമീ പെൺകിളി കാത്തു ചെന്നൊരു പിടിച്ചിടില്ലേ വാത്സല്യ ചൂടുനാൾ നീരട്ട മുട്ടകൾ വാരുറ്റ തങ്കക്കൊടികളാവാൻ. വാരുറ്റ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ഭംഗിയുള്ള. നമ്മൾ പണ്ട് കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പഠിച്ചാണ് വാരുറ്റ ഭംഗിയുള്ള അല്ലേ. പഞ്ഞെന്ന് പറഞ്ഞാൽ ദാരിദ്ര്യാണ്. പഞ്ഞമാണ്, പഞ്ഞമാസമാണ് കർക്കിടക മാസം ഒക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ടോ നിങ്ങള്? പഞ്ഞെന്ന് പറഞ്ഞാൽ ദാരിദ്ര്യം എന്നാണ് അർത്ഥം. ഇനി ആരാ വായിക്കുന്ന അടുത്തേ? ഞാൻ വായിക്കാം. ഓക്കെ. പാഠം 14. മഞ്ഞക്കിളി. പഞ്ഞിയും തൂവലും പായലും വൈക്കോലും പഞ്ഞത്തിൻ തുമ്പും തുരുമ്പും തേടി ദ്രാവക നൂലിനാവയൊക്കെയും മാവതും ഭംഗിയ ചേർത്തിണക്കി നാളുകൾ നാളുകൊണ്ടമ്പഴ കൊമ്പത്ത് മാളിക തീർത്തുപോയി മഞ്ഞക്കിളി ഉൾപ്പെടും വാസനയുത്സാഹം കൊള്ളവെ കുപ്പിയിൽ നിന്നൊരു കൂട് പൊങ്ങി വെള്ളത്തെ പെന്തിന് ഭദ്രമീ കൂടിന്റെ ഉള്ളറയമ്മ തന്നുള്ളു പോലെ മിന്നാമിനുങ്ങും വിളക്കിനില്ലെന്തി എന്നാലും ശോഭനമീ ഭവനും കൂട്ടരെ നോക്കുവിനമ്മ അമ്പഴക്കൊമ്പത്തെ കുമ്പത്തെ കൂട്ടിലെ പൈങ്കിളി മുട്ടയിട്ടു എന്തു മുഴുമുഴുപ്പെന്തൊരു കൊച്ചു രസക്കുടുക്ക മുട്ടകളല്ലിവയാനന്ദ പാൽക്കടൽ മുത്തുകൾ തന്നെയാണെന്നു തോന്നും അമ്മ കിളിയുടെ കണ്ണും കരളുമാണി മുട്ടയുടച്ചിടല്ലേ. നെക്സ്റ്റ് കുമ്പെടുത്തിനായി കൊച്ചു പക്ഷി കുട്ടിലമർന്നു തൻ കൊക്കു പുറത്തേക്കു നീട്ടി മിഴിയണ പൂട്ടിടാതെ പ്രാർത്ഥന ചെയ്യുന്നു പാവമീ പെൺകിളി പാത്തും പിടിച്ചിടല്ലേ വാത്സല്യ ചൂടിനാൽ നീരട്ടെ മുട്ടകൾ വാരുറ്റ തങ്കക്കൊടികളാവാൻ. പച്ചക്കുരുത. വൈലോപ്പള്ളി. ഓക്കെ. നെക്സ്റ്റ് ആരാ വായിക്കുന്നേ? വന്ന് ഇപ്പൊ ആരും ഇല്ല അല്ലേ വായിക്കാൻ, എല്ലാരും പോയി. ലക്ഷ്മിപ്രിയയും ഏബൽ ബിനോയെ ഇല്ലു. ഇനി ലക്ഷ്മിപ്രിയ വായിച്ചോ, അത് കഴിഞ്ഞ് ഏബൽ ബിനോയിനെയും വായിപ്പിക്കണം. ഏബലെ വായിച്ചു പഠിക്കേ. ഓക്കെ. വൈക്കോലും പഞ്ഞത്തിൻ തുമ്പും തുരുമ്പും തേടി ദ്രാവക നൂലിനാലാവകയൊക്കെയും ഭംഗിയായി ചേർത്തിണക്കി നാളുകൾ നാലുകൊണ്ടമ്പഴക്കൊമ്പത്ത് മാളിക തീർത്തുപോയി കിളി ഉൾപ്പെടും വാസനയുത്സാഹം കൊള്ളവെ കുപ്പയിൽ നിന്നൊരു കൂടു പൊങ്ങി വെള്ളതെ പെന്തിന് ഭദ്രമീ കൂടിന്റെ ഉള്ളറയമ്മതനുള്ളുപോലെ മിന്നാമിനുങ്ങും വിളക്കിനില്ലന്തിയിൽ. മക്കളെ ഒരു മിനിറ്റ്, നമ്മുടെ സമയം കഴിഞ്ഞു. ഇന്ന് ഇത് കട്ടാവൂലെന്ന് തോന്നുന്നു സൂം. ഓക്കെ, 3:15 ഓക്കെ, ബൈ. മിസ്സിന് അടുത്ത ക്ലാസ് ഉണ്ട്. ഓക്കെ, ബൈ. സീ യു.